നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗ് വയനാട്ടിൽ നടത്തുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തത്. ആ വീഡിയോയ്ക്ക് താഴെ ചില കമന്റുകൾ വന്നു. മുസ്ലിം ലീഗ് മാത്രമല്ല, കേരളത്തിൽ സർക്കാർ നല്ല രീതിയിൽ അവിടെ സാമ്പത്തികം ചെലവഴിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ അവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുള്ള പണത്തിൽ നിന്ന് അവിടെ പണം വിനിയോഗിക്കപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കാണാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ അറിയാഞ്ഞിട്ടാണ് എന്ന്. ഞാൻ അറിയാഞ്ഞിട്ടല്ല. മനോരമയിൽ അത് സംബന്ധിച്ചൊരു വാർത്ത എനിക്ക് അയച്ചു കിട്ടി. ആ വാർത്തയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 7,80,00,000 രൂപ ഇതുവരെ അവിടെ ചെലവഴിച്ചിട്ടുണ്ട് എന്ന്. 7,80,00,000 രൂപയ്ക്ക് പുറമെ മറ്റ് പല കണക്കുകളും അതിന്റെ കൂടെ പറയുന്നുണ്ട്. ഞാൻ അതൊക്കെ മാറ്റിവെച്ചു. 7,80,00,000 രൂപ മാത്രമായി ഞാൻ വെച്ചു. അത്രയും കൊടുത്തു, ബാക്കിയുള്ളത് പോട്ടെ. 7,80,00,000 രൂപ അവിടെ വയനാട്ടിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ 1,000 കുടുംബം, നിലവിലുള്ള കുടുംബങ്ങൾ 500 വീടുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. 1000 കുടുംബങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നു കൂട്ടിക്കോളൂ. ഈ 1000 കുടുംബങ്ങൾക്ക് സഹായം കൊടുത്തു എന്നും കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ മിനിമം 78,000 രൂപ ഒരു വീട്ടിൽ എത്തിയിട്ടുണ്ടാവൂലേ? വയനാട്ടിലെ 7 വീട്ടിലാണ് 78,000 രൂപ എത്തിയത്. ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്. ചിലർക്ക് കുറവുണ്ടാകാം, ചിലർക്ക് കൂടുതലുണ്ടാകാം. ഏതായാലും ശരാശരി കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് 78,000 രൂപ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് 78,000 രൂപ കിട്ടിയിട്ടുണ്ടാകണം. 1000 കുടുംബങ്ങൾക്ക് ധനസഹായം കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി 1000 കുടുംബങ്ങൾക്ക് ധനസഹായം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പണം പിന്നെ എവിടെയാണ് ചെലവഴിക്കപ്പെട്ടത്? 7,80,00,000 രൂപയുടെ കണക്കാണ് മനോരമയിൽ വാർത്തയായിട്ട് വന്നത്. മലയാള മനോരമ, CPM-ന്റെ പത്രമൊന്നുമല്ല. അപ്പോ അത്രയും രൂപ ചെലവഴിച്ചു എന്നും 300 രൂപ വീതം അവിടെ ആൾക്കാർക്കൊക്കെ കൊടുത്തു എന്നും 10,000-16,000 രൂപ പരമാവധി ഒരു മാസം കൊടുത്തു എന്നും ഒക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം വയനാട്ടിൽ അപകടം നടന്നിട്ട്, ഈ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് എത്ര നാളായി എന്നുള്ളത്. കുറച്ച് ആഴ്ചകളായിട്ടുള്ളൂ, ഒരുപാട് മാസങ്ങളൊന്നും ആയിട്ടില്ല. ഒരു കൊല്ലത്തെ കണക്കെടുത്ത് തലയിൽ വെക്കാനൊന്നും ആയിട്ടില്ല. നമുക്ക് കണക്ക് കൂട്ടിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ കുറഞ്ഞ ആഴ്ചകൾ കൊണ്ട് 7,80,00,000 രൂപ അവർക്ക് ധനസഹായം കൊടുത്തു, പിന്നെ 80 ലക്ഷം വേറെ കൊടുത്തു, പിന്നെ 16 വെച്ച് വേറെ കൊടുത്തു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്താണ് 7,80,00,000 എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ കണക്ക് അങ്ങനെയാണല്ലോ പറയുക, സർക്കാരിന്റെ കണക്കുകളൊക്കെ അങ്ങനെയാ പറയുക. തിരിയരുത്, ആർക്കും മനസ്സിലാകരുത്. രണ്ടായാലും 7,80,00,000 രൂപ മൊത്തം വയനാട്ടിലേക്ക് ഇതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 1000 കുടുംബങ്ങൾക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് മിനിമം 78,000 രൂപ അല്ലെങ്കിൽ ശരാശരി 78,000 രൂപ കിട്ടിയിട്ടുണ്ടാകണം. അതെത്ര പേർക്ക് കിട്ടി? വയനാട്ടിലുള്ളവരെന്ന് പറയണം. എത്ര പേർക്ക് ഗവൺമെന്റിൽ നിന്ന് ധനസഹായം, പിടിച്ചു കയറാനുള്ള ധനസഹായം കിട്ടി? പിന്നെ അതിൽ പറയുന്ന വേറെ ചില കാര്യങ്ങൾ, അവർ ക്യാമ്പിലായിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. വാടക വീട്ടിലേക്ക് മാറ്റിയിട്ടുള്ള കേസ്, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പ്രശ്നങ്ങളായത് അറിയാമല്ലോ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അത്തരത്തിൽ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അതായത് വാടക സർക്കാർ നിശ്ചയിക്കുന്ന വാടകയല്ല അവിടെ ഉള്ളവർക്ക് വാടക വേണ്ടത്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. എത്രയും പെട്ടെന്ന് അവരെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ നടത്തി അവരെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ അത് അവർക്കും ബുദ്ധിമുട്ടാണ്, സർക്കാരിനും ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. അവർക്ക് പുതിയ ജീവിതത്തിൽ കടക്കാൻ പറ്റില്ല. അവിടെയാണ് ഞാൻ മുസ്ലിം ലീഗിനെ കുറിച്ച് സംസാരിച്ചത്. മുസ്ലിം ലീഗ് അതിന്റെ പ്രായോഗിക തലത്തിലേക്കാണ് ഇറങ്ങിയത്. അതായത് അതിന്റെ കണക്ക് കൂട്ടലും മറ്റു കാര്യങ്ങളും നൂലാമാലകളും നോക്കാതെ പ്രാഥമികമായി ആദ്യം വേണ്ടത് ഒരു വീട്ടിലെ അടിസ്ഥാന കാര്യങ്ങൾ, അവർക്ക് അതിനാവശ്യമായ പണമാണ്. അവർക്ക് ബേസിക് ആയിട്ട് ഒരു ചായ കുടിക്കുക, ഒരു തീപ്പെട്ടി വാങ്ങുക, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള പണമാണ്. അപ്പോൾ ആ പണം 15,000 രൂപ അവർ കൊടുത്തു. പിന്നെ കച്ചവട സ്ഥാപനങ്ങളിൽ അവര് സ്ഥാപനങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടി കൊടുത്തു. അവിടെ തന്നെ വേറെ രസം എന്ന് പറഞ്ഞാൽ 15,000 രൂപ ലീഗ് കൊടുത്ത ധനസഹായം ഒരു ബാങ്കിലേക്ക് വന്നു. ആ ബാങ്കിലേക്ക് ഇട്ട ഉടനെ ബാങ്കുകാര് അവരുടെ കുടിശ്ശിക എന്ന് പറഞ്ഞിട്ട് അതെടുത്തുകൊണ്ട് പോയി. അവസാനം അത് വലിയ വിഷയമായി, വലിയ പ്രശ്നമായി, പത്രങ്ങളിൽ വാർത്ത വന്നു. വലിയ വിഷയമായി കഴിഞ്ഞപ്പോൾ ബാങ്ക് നാണക്കേട് സഹിക്കാൻ വയ്യാതെ ആ പണം അവർക്ക് തിരിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ ബാങ്കുകളുടെ അവസ്ഥ. എരന്നോനത്ത് ഉറക്കുന്ന അവസ്ഥയാണ് ഇവിടുത്തെ ബാങ്കുകൾ. അതുപോലെ തന്നെയാണ് എല്ലാ മേഖലയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അവിടെയാണ് ഇവരുടെ പ്രവർത്തനം വ്യത്യസ്തമാകുന്നത്. അവർ രേഖാമൂലം പണം കൊടുക്കുന്നു, ആ പണം അവരുടെ ആവശ്യത്തിന് എടുത്ത് വിനിയോഗിക്കാൻ പറ്റുന്നു. പിന്നെ അത് പോരാഞ്ഞിട്ട് അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ വൃത്തിയാക്കാൻ പണം കൊടുക്കുന്നു. പിന്നെ അവരുടെ തൊഴിൽ മേഖലകൾ വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള സഹായം ചെയ്യുന്നു. ഇനി അടുത്ത് ഇത്രയുമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് ഓരോ ഘട്ടമായിട്ടാണ് ആദ്യം ചെയ്യേണ്ടത്. നിലനിൽപ്പ്, എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിച്ച് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായം 15,000 രൂപ, അതാദ്യം. പിന്നെ കച്ചവടം മറ്റു കാര്യങ്ങൾ നടത്തുന്നവർക്ക് അവർക്കുള്ള ധനസഹായം 50,000, അതങ്ങനെ. അത് കഴിഞ്ഞിട്ട്
ഇതുപോലെ തൊഴിൽ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് അത് തിരിച്ചു പിടിക്കാനുള്ള ധനസഹായം, ഇത്രയും ആയി കഴിഞ്ഞാൽ അവർ നിലനിൽക്കും. ഈ സമൂഹത്തിൽ മറ്റൊരുത്തന്റെ മുന്നിൽ കൈ നീട്ടാതെ നിലനിൽക്കും. അതാദ്യം ചെയ്തു. ഇനി അവർക്കൊരു ആസ്ഥാനം, അതും നടക്കും. അതാണ് സർക്കാർ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അതായത് സർക്കാരിനെ ഞാൻ വിമർശിച്ചതല്ല, അങ്ങനെ കരുതണ്ട. സർക്കാരിനെ വിമർശിക്കാൻ ഇവിടെ പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഞങ്ങൾക്കൊന്നും വിമർശിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഇവിടെ 7,80,00,000 കൊടുത്തു എന്നുള്ള കണക്ക് പറയുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലായിട്ടില്ല. മനോരമ കഴിയുന്നുണ്ടെങ്കിൽ അതൊന്ന് വ്യക്തമാക്കണം. ഓരോ മേഖലയിലും എത്ര 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 കൊടുത്തു എന്ന്. ഇവിടെ നിലവിലുള്ള കണക്കുകൾ വരവുക ചെലവുക ഇല്ലക എന്നുള്ള കണക്കുകളെ കിട്ടാറുള്ളൂ, അല്ലാതെ ഇനം തിരിച്ചുള്ള കണക്കുകൾ കിട്ടാറില്ല. എത്ര രൂപ വീതം ഏത് മേഖലയുള്ളവർക്ക് ഏതൊക്കെ ആവശ്യത്തിന് വേണ്ടി എത്ര കൊടുത്തു, വ്യക്തികളെ പറയണ്ട, എത്ര പേർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ 7.8 കോടി രൂപ, അതായത് 7,80,00,000 രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ട്, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ 1000 വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും 78,000 രൂപ ഒരു വീട്ടിൽ എത്തണം. 78,000 രൂപ കിട്ടിയ എത്ര പേരുണ്ട് ഒന്ന് പറഞ്ഞത്, വയനാട്ടുകാരൊന്ന് പറയൂ. അതിനുശേഷം നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിക്കാം.